എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PM കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇതിലെ ആദ്യത്തെ അറിയിപ്പ് PM കിസാൻ വെബ്സൈറ്റിൽ ഗുണഭോക്താക്കൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന പുതിയൊരു സംവിധാനം കൂടി കൂടിച്ചേർത്തിരിക്കുകയാണ്. കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ സംശയ നിവാരണത്തിന് ഒരു നമ്പറോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ ആവശ്യപ്പെടുന്നതിനും അന്വേഷിക്കുന്നതിനും ഒരു കോൾ സെൻ്ററോ ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വ്യാജ വാർത്തകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നമ്പറോ ഓഫീസോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായിരുന്നു. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തെ 14 ജില്ലയിലുള്ള PM കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കുന്നതിന് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും കൃഷി ഓഫീസർമാരുടെ നമ്പറുകൾ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ജില്ലയിലും 6 മുതൽ 16 വരെയുള്ള ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇത് ലഭ്യമാണ്. നിങ്ങളുടെ അടുത്തുള്ള പ്രദേശത്തെ കൃഷി ഓഫീസറുടെ നമ്പറിന് PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. ഇത് ലഭിക്കുന്നതിനായി PM കിസാൻ നിധിയുടെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ച ശേഷം സെർച്ച് യുവർ കോൺടാക്റ്റ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ശേഷം സ്റ്റേറ്റ് നോഡൽ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എന്ന ബോക്സ് തുറന്നു വരുന്നതാണ്. അതിൽ സെർച്ച് ഡിസ്ട്രിക്റ്റ് നോഡൽ എന്നത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റേറ്റ് കേരള എന്നും ഡിസ്ട്രിക്റ്റ് എന്നും നിങ്ങൾക്ക് ഏത് ജില്ലയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നൽകിയ ശേഷം നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ നമ്പരും മെയിൽ ID ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ്. PM കിസാൻ ഗുണഭോക്താക്കൾക്ക് ഇതിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സ്ഥലത്തെ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംശയ നിവാരണം നടത്തുന്നതിന് സാധിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമോ എന്ന് നിരവധി പേര് ചോദിക്കുന്നുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അഗ്രികൾച്ചർ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി നിങ്ങളുടെ ഭൂമി ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു കർഷക ID നമ്പർ ലഭിക്കുന്നതാണ്. ഗദർ ആപ്പ് ഇതിനു വേണ്ടി പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നതല്ല. ഗദർ ആപ്പ് ഒരിക്കലും PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി ബന്ധപ്പെട്ട് ഒരുക്കിയതല്ല. എന്നിരുന്നാലും കർഷകരുടെ മറ്റ് ആനുകൂല്യങ്ങളും സംസ്ഥാന സർക്കാരിൽ നിന്ന് കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിയുള്ള ഉപജീവനം നടത്തുന്നവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ കതിർ ആപ്പ് വികസിപ്പിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത് കൃഷി വകുപ്പ് ലോക ബാങ്കിൻ്റെ സഹായത്തോടുകൂടി ആവിഷ്കരിച്ച കേര പദ്ധതിയിൽ റബ്ബർ ഏലം കാപ്പി കർഷകർക്കുള്ള സബ്സിഡി വിതരണം ഈ വർഷം തുടങ്ങുന്നതാണ്. റബ്ബർ കർഷകർക്ക് 75,000 രൂപ വരെ ഹെക്ടർ ഒന്നിന് സബ്സിഡി ലഭിക്കുന്നതാണ്. ഏലത്തിന് ഹെക്ടർ ഒന്നിന് 1 ലക്ഷം രൂപയും കാപ്പിക്ക് 1.5 ലക്ഷം രൂപയുമാണ് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത്. റബ്ബറിന് 5 ഹെക്ടർ വരെ കൃഷിയുള്ളവർക്ക് ധനസഹായം ലഭിക്കുന്നതാണ്. ഏലത്തിന് 8 ഹെക്ടർ വരെയും കാപ്പിക്ക് 10 ഹെക്ടർ വരെയും കൃഷിഭൂമിയുള്ളവർക്ക് ധനസഹായം ലഭിക്കുന്നതാണ്. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ റബ്ബർ കർഷകർക്കാണ് ധനസഹായം ലഭിക്കുന്നത്. കാപ്പിക്കുള്ള ധനസഹായം വയനാട് ജില്ലയിലെ കർഷകർക്കും ഏലം ധനസഹായം ഇടുക്കിയിലെ കർഷകർക്കുമാണ് ലഭിക്കുന്നത്. ജൂണിൽ സബ്സിഡി ലഭ്യമാകുമെന്ന് കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 3 വിളകളിലും 10 ഹെക്ടർ വരെ കൃഷിയുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതാണ്. പരിശീലനം നേടി അപേക്ഷ ലഭിക്കുന്നവരിൽ നിന്ന് സബ്സിഡിക്ക് അർഹമായവരെ തിരഞ്ഞെടുക്കുന്നതാണ്. നിലവിലിപ്പോൾ കേര പദ്ധതിയുടെ ആദ്യ ഗഡുവായിട്ട് 140 കോടി രൂപ ലോക ബാങ്കിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പാണ് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് വഴി പദ്ധതി നടപ്പിലാക്കുന്നത്. കൃഷി വകുപ്പിൻ്റെ 2,365 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ അനുവദിച്ചിട്ടുള്ള തുക ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.